ഈ വിശുദ്ധ ദേവാലയത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം കലാമറ്റത്തിലെ അധ്യാപകം കുടുംബാംഗങ്ങളെയും വിദ്യജനങ്ങളെയും എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഇന്ന് വിവാഹം ഉദാശീലം ചെയ്യാനായിട്ട് അവൻ്റെ സഹോദരൻ തന്നെയാണ് വിദ്യജന വൈദികൻ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കുർബാന സ്വീകരിച്ച വൈദികനാണ്. അച്ഛന് ഈ ഇടവകയുടെ എല്ലാവിധ പ്രാർത്ഥനാശോത്സവം ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളൊരു പുത്തൻ വീട് ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്. പുതിയ വീട്ടിലേക്ക് നമ്മൾ ജന്മം നൽകാനായിട്ടാണ് നമ്മളോട് ഒന്നിച്ചു ചേർന്നത്. വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അതിൻ്റെ ഇടയ്ക്കായിട്ട് വിവാഹം എന്ന കൂദാശയിൽ നമ്മളിവിടെ പരികർമ്മം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവ്വം ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ കൂദാശ പരികർമ്മം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയ വൈദികരെയും ഭഗവാന്റെമാരെയും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്ന് ചേർന്ന് ഈ വിശുദ്ധതയിൽ പങ്കുചേരാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ക്യാമറ കൂടുതൽ നടക്കാതെ ഒരു സൈഡിൽ നിന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് കുർബാന മധ്യേ ഒരു മംഗളനിധി സഹായം ഈ ഇടവകയിലെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് എടുക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സഹകരണം ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് ധ്യാനിയായിരിക്കും നവീനു വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഈ വിശുദ്ധതയിലേക്ക് പ്രവേശിക്കും. പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. ഒത്തിരി നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം നവീനും ടാനിയായും ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ ഒരു കുടുംബമായി ജീവിക്കാൻ ആരംഭിക്കുകയാണ്. അവരുടെ എല്ലാ നിയമങ്ങളെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് ഈ പരിശുദ്ധ ബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Dear,
സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താലെതിരായി ജീവിക്കാൻ ഈ ദാസരെ പഠിച്ചല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വന്നവരനായ സമരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വാദത്തിന് മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി ഈ ഉദാസയോഗ്യരുടെ വികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രനെല്ലാം ആധുനികമാകുന്നു. അവളുടെ വേദന ഭഗവതിന്റേതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ ധനികന്മാർ അവളെ അനുഗമിക്കും. അവളുടെ ആശ്രമത്തിനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നതാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസേവിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്ന് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നു, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നെ രക്ഷയുടെ നിഷ്ക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ഞങ്ങൾ പാടുന്നു. Hallelujah, hallelujah.
നിത്യമായി ഭവിക്കട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. ഈശോമിശിഹായിലേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായി ഇന്ന് വിവാഹം എന്ന കൂദാശയാൽ ഒന്നിക്കാൻ പോകുന്ന നവീൻ ആന്റാനിയ, ഞാൻ പ്രസംഗം പറയണമെന്ന് ഇവർ രണ്ടുപേരോട് ഞാൻ ചോദിച്ചതാ. എന്തായാലും ചേട്ടാ പ്രസംഗം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ചെറിയൊരു സന്ദേശം നൽകാൻ ഞാൻ തുനിഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ സന്ദേശം ഞാൻ പറയുന്നത് എന്തായാലും ചിലപ്പോൾ മറന്നുപോകും. ഇപ്പൊ തന്നെ അവരോട് ആദ്യത്തെ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അത് അവർ ഓർത്തു വെക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം സ്നേഹമാണ്. ഇത്രയും ഓർത്തു വെക്കുക. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത്രയും ഓർത്തു വെക്കുക. ദൈവം സ്നേഹമാണ്. ഇന്ന് നബിനെയും താനെയും സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നബിനും താനിയായും വിവാഹം എന്ന കൂദാശയിലൂടെ പുതിയ ഒരു കുടുംബം പടുത്തുയർത്തുകയാണ്. അതോടൊപ്പം സന്തോഷിക്കേണ്ടവരാണ് നാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. കാരണം ഇവരുടെ ഈ ഉടമ്പടി മൂലം തിരുസഭയും ഇന്ന് അതിയായി സന്തോഷിക്കുന്നു. കാരണം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കുടുംബം ഗാർഹിക സഭയാണെന്ന്. A family is a domestic church. പുതിയ ഒരു ഗാർഹിക സഭയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിൽ നാം എല്ലാവരും സന്തോഷിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇത് ദൈവം ആദത്തെ കണ്ടിട്ട് പറഞ്ഞതാണ്. അതിനുശേഷം ആദത്തിന് ഹവ്വായെ നൽകി. അതുപോലെ തന്നെ നബിന് തുണയായി ദൈവം നൽകിയ ആളാണ് ടാനിയ.
ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഒന്നിക്കാൻ പോകുന്നത്. അതാണ് ദൈവം പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവൻ ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇതൊരു ദൈവിക പദ്ധതിയാണ്. ഇവർ രണ്ടുപേരും ദൈവം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഒന്നിക്കുകയായിരുന്നു. ഇവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന്റെ അവസാനമാണ് ഇന്ന്. ഞാൻ സെമിനാരിയിൽ പോയി അതിനിടയ്ക്ക് നടന്ന പല പ്രക്രിയകളുമാണ് ഇതിനിടയിൽ സംഭവിച്ചത്. 7-8 വർഷത്തോളം ഇവരുടെ ബന്ധം തുടർന്നുവെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം ഇവരിന്ന് എടുക്കുന്ന ഈ തീരുമാനം ദൈവത്തിന് മുമ്പിലാണ് ഇവർ തീരുമാനിക്കുന്നത്. പുരോഹിതൻ, നീ നിന്റെ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഇവരുടെ മറുപടി. ഇത് വെറുമൊരു മറുപടിയല്ല, മറിച്ച് ദൈവമേ നിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന വാഗ്ദാനമാണ് ഇവർ ഇവിടെ നടത്തുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഇവർ പങ്കുകാരാവുകയാണ് പുതിയ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിലൂടെ. ഈ കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം സ്നേഹമാണ്. ഇന്നു മുതൽ ഈ വാഗ്ദാനം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ച കാലം തൊട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ടാനിയയുടെ സൗന്ദര്യമോ പെരുമാറ്റമോ സംസാരമോ ഒക്കെ ആകാൻ അവനെ ആകർഷിച്ചത്. അതുപോലെ തന്നെ നവിന്റെ കുഴിഞ്ഞ കണ്ണുകളോ അവന്റെ സൗന്ദര്യമോ ഒക്കെ ആകാൻ ടാനിയായും ആകർഷിച്ചത്. പക്ഷെ ഇന്നു മുതൽ അവരുടെ ഇഷ്ടം അത് സ്നേഹമായി മാറേണ്ടതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും സംസാരവും പെരുമാറ്റവും ഒക്കെ മാറാം. അതിൽ ചിലപ്പോൾ അവസാനം വന്നിരിക്കാം. ഇപ്പൊ രണ്ടുപേരും ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ഇട്ട് വന്നിരിക്കുക, ഭയങ്കര സുന്ദരിയൊക്കെയായി. പക്ഷെ ഇന്നൊന്ന് കുളിച്ചു കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സൗന്ദര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ ആലോചിക്കും, ഇവനെ തന്നെയാണോ ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന്. പക്ഷെ ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അത് തന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. വിവാഹം എന്ന കൂതാശയിലൂടെ നിങ്ങൾ ഈ സ്നേഹത്തിന്റെ ഉടമ്പടിയുടെ ഭാഗഭാക്കുകളാവുകയാണ്. സ്നേഹം എന്ന ഉടമ്പടിയിൽ, ദൈവവുമായുള്ള ഉടമ്പടിയിൽ നിങ്ങൾ പങ്കുചേരുകയാണ്. ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏതവസ്ഥയിലും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തോടും ഒരുമിച്ച് നിലകൊള്ളാമെന്ന ഒരു തീരുമാനമാണ് നിങ്ങൾ ഈ ഉടമ്പടിയിൽ ഏറ്റെടുക്കുന്നത്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. നിങ്ങളുടെ സഹനത്തിന്റെ, വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, അതിജീവനത്തിന്റെ കാലഘട്ടം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സന്തോഷം മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, മറ്റ് അവസ്ഥകൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിൽ ആഴപ്പെട്ടവരായി ജീവിക്കാനാണ്. ക്രിസ്തീയ വിവാഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹം, വിശ്വാസ്യത, നിത്യ ബന്ധം എന്നിവയാണ്. The heart of every Christian marriage is sacrificial love, fidelity and indissolubility. ഈസ്റ്ററിന്റെ അന്നാണ് നിങ്ങൾ വിവാഹമാക്കാൻ മനസ്സമ്മതം നടത്തിയത്. അത് നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി നൽകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ പ്രസഭാവ്യാഴായി ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ ആഘോഷിച്ചു. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ക്ലേശങ്ങളും വീഴ്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടായേക്കാം. പക്ഷെ ക്രിസ്തുവിനെ നമ്മൾ കേന്ദ്രബിന്ദുവായി ജീവിതത്തിൽ പ്രതിഷ്ഠിക്കണം. ഈശോ തന്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, എല്ലാ സഹനങ്ങൾക്കും അപ്പുറം പ്രത്യാശയുടെ ഒരു ഉയർപ്പുണ്ടെന്ന്. നമ്മൾ പലപ്പോഴും വീണുപോയേക്കാം, പക്ഷേ ക്രിസ്തു നമ്മോട് പറയുന്നു, അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മളെ ഉയർപ്പിക്കുമെന്ന്.
ഇന്ന് നിങ്ങൾ വിവാഹം എന്ന ഉദാശയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ളത് ക്രിസ്തുവാണ്. പുരോഹിതരായ ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്ത് ഇവിടെ നിൽക്കുന്നുവെന്ന് വേണ്ടിയോ നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ എല്ലാം ക്രിസ്തുവായിരിക്കണം. നിങ്ങളെ പുറവശത്ത് ഒത്തിരി പേരിരിക്കുന്നുണ്ട്. അവർ ചിലപ്പം ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു, പക്ഷേ ഒരുപക്ഷെ അവർ ചിലപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളിൽ കാണണമെന്നില്ല. പക്ഷേ എപ്പോഴും നിങ്ങളുടെ മുമ്പിലുള്ളത് ക്രിസ്തുവാണ്. കുരിശിൽ നമുക്കായി മരിച്ച് നമുക്കായി ഉയർപ്പിക്കപ്പെട്ട രക്ഷകൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി സ്നേഹം എന്താണെന്ന് കാണിച്ചു തന്നവൻ. അവൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന് ഒരു ശരീരമാകും. തിരിച്ചും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം ജീവിച്ചു. എന്നാൽ ഇന്നു മുതൽ അതിനേക്കാൾ ഉപരിയായി നവനും ടാനിയായും പരസ്പരം സ്നേഹിക്കണം എന്നാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായി ഇത്രയും നാൾ പങ്കുവച്ചു, സഹോദരങ്ങളുമായി പങ്കുവച്ചു. പക്ഷേ ആ സ്നേഹത്തിന് കുറവുണ്ടാകരുത്. മറിച്ച് അതിനേക്കാൾ ഉപരി നവീൻ ടാനിയായും ടാനിയ നവനെയും സ്നേഹിക്കണം. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട്, നവീൻ ടാനിയായും അവർക്ക് വേണ്ടി നമുക്കും ഒരു കടമയുണ്ട്. ഇന്നിവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന നാം ഓരോരുത്തരും അവരുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അവരോട് ഒപ്പം കൂടെ ഉണ്ടായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മാതാപിതാക്കൾ ഇത്രയും നാൾ പപ്പായും മമ്മിയും 2 പപ്പായും മമ്മിയും ഇത്രയും നാൾ സ്നേഹത്തോടെ വലിയ വാത്സല്യത്തോടെ കൂടെ ഇവരെ രണ്ടുപേരെയും വളർത്തി. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഇവർക്ക് നിർദ്ദേശം നൽകുക എന്നുള്ള, വാക്കുകളാൽ നിർദ്ദേശം നൽകുക എന്നുള്ളതല്ല. നിങ്ങൾ എപ്രകാരം ജീവിച്ചോ അത് അവരുടെ ജീവിതത്തിലൂടെ അവർ പ്രാവർത്തികമാക്കും. തുടർന്നും നിങ്ങളുടെ ജീവിതം എപ്രകാരമാണോ അതുപോലെയായിരിക്കും അവരുടെ ജീവിതവും. പ്രത്യേകിച്ച് ടാനിയയുടെ ചേച്ചിമാരോട് ഞാൻ പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ജീവിതം കണ്ടാണ് ഇവർ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ പലപ്പോഴുമുള്ള കുടുംബജീവിതങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റോൾ മോഡൽസ് ഇല്ല. എല്ലാവരും അഡ്വൈസേഴ്സാ. അഭിപ്രായം പറയാൻ ഒത്തിരി പേര് കാണും, പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് ജീവിച്ച് കാണിക്കാൻ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, യു ഷുഡ് ബി റോൾ മോഡൽസ് റാദർ ദാൻ അഡ്വൈസേഴ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾ റോൾ മോഡൽസ് ആയിരിക്കണം. നിങ്ങൾ ജസ്റ്റ് വാക്കുകൾ കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ ജീവിത സാക്ഷ്യം കൊണ്ട് അവരെ നേർവഴിക്ക് നടത്തണം. പലപ്പോഴും നവീന്റെയും ടാനിയയുടെയും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അപ്പോഴെല്ലാം നിങ്ങൾ ഇവരുടെ അഭിപ്രായം കേൾക്കണം. അതിനേക്കാൾ ഉപരി ഇവർ നയിക്കുന്ന ജീവിതം ഇപ്രകാരമാണ്, നല്ലൊരു ക്രിസ്തീയ ജീവിതമാണെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സുവിശേഷത്തിൽ നാം ഇന്ന് വായിക്കുന്നുണ്ട് എപ്രകാരമാണ് മാതാവ് ആ കാനായിലെ കല്യാണത്തിൽ ഇടപെട്ടതെന്ന്. അവർക്ക് വീഞ്ഞു തീർന്നു പോയി. അത് ആദ്യമായി കണ്ടെത്തിയത് കലവക്കാരൊന്നുമല്ല. അവരുടെ ഒരു വിശേഷണം അവിടെ പറയുന്നില്ല, മറിച്ച് ഇവിടെ പറയുന്നത് മാതാവാണ് ഇത് ശ്രദ്ധിച്ചതെന്നാണ്. അതുകൊണ്ട് നവീനോടും ടാനിയായിട്ട് എനിക്ക് പറയാനുള്ളത്, മാതാവിനെ ചേർത്ത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ജപമാലയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. ഈ സുവിശേഷം നമുക്ക് വെളിപ്പെടുന്നത് മാതാവ് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മാതാവ് ഒന്നും പറഞ്ഞില്ല, മാതാവ് പ്രത്യേകിച്ച് പറഞ്ഞില്ല ഞാൻ ദൈവത്തിന്റെ അമ്മയാണെന്നൊന്നും പറഞ്ഞ് ഇടപെട്ടില്ല. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് മാതാവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതിന് വേണ്ടത് കുറച്ച് സമയം ഒഴിഞ്ഞു വെക്കുക. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ ബിസിനസ്സിനിടയ്ക്ക് നിങ്ങൾ പല ജോലികളാലും ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. അതിനിടയ്ക്ക് അല്പസമയം കണ്ടെത്തുക. ദൈവം നിങ്ങളോട് പറയാൻ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതുകൊണ്ട് ടാനിയ, നവീൻ, ഇന്നത്തെ ദിവസത്തിന്റെ ഈ സന്തോഷം
എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം പ്രാർത്ഥനയുടെ, സഹനത്തിന്റെ, വിശ്വാസത്തിന്റെ ഒരു കുടുംബം പടുത്തുയർത്തുവാൻ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന വൈദിക പ്രദേശം ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഈ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നൽകുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ വരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ മതപരന്മാർ വിവാഹമെന്ന കൂടാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂടാശയെ ഒരുവിധം പരിഗണന ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കൾ വരാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ ഈ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാർഗരറ്റിനെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മാർഗരറ്റ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാർഗരറ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ലഭിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭ്യന്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. കൃപാവരത്തിന്റെ അനുശ്വാസത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രവാടിയെ പരിശുദ്ധ സഭയെ മൗനത്തിന് വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗനത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. See, Papa.
അങ്ങയുടെ സംരക്ഷണത്തിന്റെ നിലയെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ വിശുദ്ധനികാമര്യത്തിന്റെയും കുടുംബത്തിന്റെയും നായകനായ മായോസത്തിന്റെയും മധ്യസ്ഥം ഇവരുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും. സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ച അഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാകണമേ. ഇവരുടെ ആശപ്രതീക്ഷകളും സഫലീകൃതമായി തീരണമേ. സ്നേഹവും ശാന്തിയും പുലർന്നിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേയും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. വിശുദ്ധി പൂരിത ഗാത്രത്താൽ കൃപണം ബലിയായി തീരാനും നൽസുതരാൽ ഫലമണിയാനും ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയമണവാളൻ സവിതേ, സ്തുതിതൻ ഗീതികളെന്നെന്നും അർപ്പിച്ചിടുവാൻ തൻ കൃപയാൽ നാഥനിവരിൽ കനിയട്ടെ. നീകളിലും സന്നിധിയിൽ അർപ്പിച്ചവരാമകിലർക്കും നവദമ്പതിമാർക്കും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി